വെൽക്കം ടു ടൂൾസ് അക്കാദമി. സെറ്റ് പരീക്ഷയുടെ ഡേറ്റ് വന്നിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒരു ചൂട് പിടിച്ചൊരു പഠനത്തിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൂൾസ് അക്കാദമി കുറച്ച് ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് സെറ്റ് ഇക്കണോമിക്സ് ആസ്പിറൻസിനുള്ളതാണ്. അപ്പോൾ മറ്റ് സെറ്റിൻ്റെ സബ്ജക്റ്റുകൾക്കുള്ള സപ്പോർട്ടുമായിട്ട് വീഡിയോസ് ടൂൾസ് അക്കാദമി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും യൂട്യൂബിൽ കയറി നോക്കണം. അതുപോലെ സെറ്റ്, നെറ്റ്, കേട്ട്, HSST തുടങ്ങിയ ഒട്ടനവധി കോമ്പറ്റേറ്റീവ് എക്സാമിന് ഓൺലൈനായിട്ട് ടൂൾസ് അക്കാദമി കോച്ചിങ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് ഇന്നത്തെ കിടക്കാം. ഓക്കെ, അപ്പം വീഡിയോയിൽ എന്ന് പറയുന്നത് നമ്മൾ ഇക്കണോമിക്സ് എന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൈക്രോയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതർ തിങ്സ് റിമെയിൻ അൺചേഞ്ച്ഡ്, മാർക്കറ്റ് ഡിമാൻഡ് ഫോർ എ ഗുഡ് മൈറ്റ് ഇൻക്രീസ് ഇഫ് എല്ലാ ഫാക്ടേഴ്സും നമ്മൾ എന്ത് ചെയ്യുന്നു, കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ പറയണം ഒരു ഗുഡിന്റെ മാർക്കറ്റ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നത് ഇഫ് ഒരു 4 സിറ്റുവേഷൻ തന്നിട്ടുണ്ട്. അതിൽ നമ്മൾക്ക് ഏതൊക്കെയാണ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് എന്നുള്ളത് നമ്മളിവിടെ പൂരിപ്പിക്കണം. ഓക്കെ, ഒരു ഗുഡിൻ്റെ പ്രോഡക്റ്റ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നത് ഇഫ് ദ പ്രൈസ് ഓഫ് ഇറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻക്രീസസ്. സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ വില കൂടുമ്പോൾ നമ്മളുടെ ഗുഡിൻ്റെ എന്താ പറയുക, ഗുഡ് എക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് എടുക്കാം, അതിൻ്റെ ഡിമാൻഡ് കൂടുന്നു. 2, പ്രൈസ് ഓഫ് ഇറ്റ്സ് കോംപ്ലിമെൻറ്റ് ഇൻക്രീസസ്. 3, ദ ഗുഡ് ഈസ് ആൻ ഇൻഫീരിയർ ഗുഡ് ആൻഡ് ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഇൻക്രീസസ്. 4, ഇറ്റ്സ് പ്രൈസ് ഫോൾസ്. അപ്പോൾ ഇങ്ങനെ 4 ചോയ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏത് ചോയ്സൊക്കെയാണോ വരുന്നത് അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. 1 and 4 ഓൺലി, 2, 3, 4, 1, 3, 4 ആൻഡ് 1, 2, 3. ഓക്കെ, അപ്പോൾ ഈ 4 എണ്ണത്തിൽ ഏതാണ് കറക്റ്റായിട്ട് വരുന്നത്, ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾക്ക് കറക്റ്റായിട്ട് വരുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 1 and 4 ആണ്. കാരണം ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, മാർക്കറ്റ് ഡിമാൻഡ് ഫോർ എ ഗുഡ് ഇൻക്രീസസ് ഇഫ് ദ പ്രൈസ് ഓഫ് ഇറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻക്രീസസ് അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ വില കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ മറ്റ് പ്രോഡക്ട്സ് വെച്ചിട്ട് നമ്മൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ സാധാരണ നമ്മൾ റാഷണൽ കൺസ്യൂമേഴ്സ് എപ്പോഴും നമ്മളുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഗുഡ്സിൻ്റെ വില കൂടുമ്പോൾ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വേറൊരു ഗുഡ് മേടിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ, അത് കോംപ്ലിമെൻ്ററി ഗുഡിൻ്റെ വില കൂടുമ്പോൾ എന്നാണ് പറയുന്നത്. അതൊരിക്കലും ശരിയല്ല. കാരണം കോംപ്ലിമെൻ്ററി ഗുഡിൻ്റെ വില കൂടിയാൽ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഗുഡിൻ്റെ ഡിമാൻഡ് കുറയുകയാണ് ചെയ്യാറ്. പിന്നെ മൂന്നാമത്തത് ഇൻഫീരിയർ ഗുഡിൻ്റെ കേസ്. ഇൻഫീരിയർ ഗുഡിൻ്റെ ഇതിലെന്താ പറയുന്നത്, ഇറ്റ് റെഫേഴ്സ് ടു എൻ ഐറ്റം ദാറ്റ് ബിക്കംസ് ലെസ് ഡിസൈറബിൾ ആസ് ദ ഇൻകം ഇൻക്രീസസ്. ഇൻകം കൂടുമ്പോൾ നമ്മൾ ആ പ്രോഡക്റ്റിനെ നമ്മൾ അധികം യൂസ് ചെയ്യാതിരിക്കാറാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും മൂന്നാമത്തെ ഓപ്ഷനും കറക്റ്റ് ആവില്ല. പക്ഷെ നാലാമത്തെ ഓപ്ഷൻ എന്താ പറയുന്നത്, എപ്പോഴും നമ്മൾ ലോ ഓഫ് ഡിമാൻഡിൽ പറയുന്നത് എന്താണ്, ആസ് പ്രൈസ് ഫോൾസ് ഡിമാൻഡ് ഇൻക്രീസസ്. സോ അപ്പോൾ ഇവിടെ നമ്മൾക്ക് മാർക്കറ്റ് ഡിമാൻഡ്, ഒരു സാധനത്തിൻ്റെ ഡിമാൻഡ് കൂടാനുള്ള 2 സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്, ഒന്ന് പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ വില കുറയണം. ഓക്കെ, ഇനി അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് എന്നാണ്. മാർജിനൽ കോസ്റ്റ് തന്നിട്ടുണ്ട്, അതിൽ നിന്നും ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. മാർജിനൽ കോസ്റ്റ്, മാർജിനൽ റവന്യൂ, മാർജിനൽ യൂട്ടിലിറ്റി തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ് തരുന്നതെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഇൻ്റഗ്രേഷൻ ആണ് എടുക്കേണ്ടത്. ഇനി ടോട്ടൽ കോസ്റ്റ് തന്നിട്ട് മാർജിനൽ കോസ്റ്റ് ആണ് കണ്ടുപിടിക്കാൻ പറയുന്നെങ്കിലോ അത് ചെയ്യേണ്ടത് ഡിഫറൻസിയേഷൻ ആണ്. ഓക്കെ, അത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കുക. അതായത് ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ റവന്യൂ, ടോട്ടൽ യൂട്ടിലിറ്റി, അങ്ങനെ ടോട്ടൽ വെച്ച് വരുന്നത് എല്ലാറ്റിനും നമ്മൾ എന്ത് ചെയ്യണം, ഡിഫറൻസിയേഷൻ ചെയ്തിട്ടാണ് അതിൻ്റെ മാർജിനൽ വേരിയബിൾ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം, റേസിംഗ് റിവേഴ്സ് റിപ്പോ റേറ്റ് ബൈ എ സെൻട്രൽ ബാങ്ക് ഈസ് ലൈക്ലി ടു ഹാവ് ദ ഫോളോയിങ് ഇമ്പാക്ട് ഓൺ ദ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ദി ഇക്കോണമി. അപ്പം ഇതിൽ നമ്മൾക്ക് എന്താ ആൻസർ വരേണ്ടത്, റേസിംഗ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് എന്താ പറയുന്നത്, നമ്മളുടെ സെൻട്രൽ ബാങ്ക് ആയിട്ട് റിവേഴ്സ് റിപ്പോ റേറ്റ് കൂട്ടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഇമ്പാക്റ്റ് ഓൺ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. അതിൽ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ ഡിമാൻഡിനെ എങ്ങനെയാണ് അത് ഇമ്പാക്റ്റ് ചെയ്യുന്നത്, അത് കുറയ്ക്കുകയാണ് ചെയ്യുക. കാരണം റിവേഴ്സ് റിപ്പോ റേറ്റ് കൂട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, കമേഴ്ഷ്യൽ ബാങ്ക്
അവരുടെ ഹാസ് ടു പാർക്ക് ദെയർ ഫണ്ട്സ് വിത്ത് സെൻട്രൽ ബാങ്ക് ഫോർ ഹയർ റിട്ടേൺസ്. സെൻട്രൽ ബാങ്കിൽ കമേഴ്ഷ്യൽ ബാങ്ക്സ് കൂടുതൽ എന്ത് ചെയ്യേണ്ടി വരും, മണി ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ വന്നു കഴിയുമ്പം ഇവർക്ക് ലോൺ കൊടുക്കാനുള്ള മണി കുറയും. അങ്ങനെ ലോൺ കൊടുക്കാനുള്ള മണി കുറയുമ്പോൾ എന്ത് സംഭവിക്കും, ഇൻവെസ്റ്റ്മെന്റിനുള്ള പൈസ കുറയും. അങ്ങനെ കുറഞ്ഞു കഴിയുമ്പോൾ നമ്മളുടെ ഇക്കോണമിയിൽ എന്ത് വരും, ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് കുറയും. ഓക്കെ, സോ ഇറ്റ് ആക്ച്വലി റെഡ്യൂസസ് ദ ലെൻഡിങ് കപ്പാസിറ്റി ഓഫ് ദി കമേഴ്ഷ്യൽ ബാങ്ക്. സോ റിവേഴ്സ് റിപ്പോ റേറ്റ് കൂടി കഴിഞ്ഞാൽ യൂഷ്വലി എന്ത് സംഭവിക്കും, ദർ വിൽ ബി എ ഫോൾ ഇൻ ദ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ദ ഇക്കോണമി. ഇനി അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ആണ്. അരിത്മെറ്റിക് മീൻ തന്നിട്ടുണ്ട്, ഈസ് 100 items ഈസ് ഈക്വൽ ടു 34. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. വൈൽ കാൽക്കുലേറ്റിംഗ് ദ മീൻ വാല്യൂ നമ്മൾ 3 ഐറ്റത്തിൻ്റെ വാല്യൂ നമ്മൾ എന്തെടുത്തത്, 118, 70, 19. അതിന് പകരം നമ്മൾ എന്തെടുത്തു, 180, 17 ആൻഡ് 90. അപ്പം നമ്മൾ എങ്ങനെയാണ് കറക്റ്റ് മീൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് വരുന്നത്. അപ്പം നമ്മളിവിടെ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. മീൻ ടോട്ടൽ എക്സ് എന്ന് പറയുന്നത് എന്താണ്, മീൻ ടൈംസ് എക്സ് എൻ ആണ്. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് എത്രയാണ്, 3400 ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ കറക്റ്റ് നമ്പർ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എത്ര കിട്ടും, 3400 പ്ലസ് 118 പ്ലസ് 70 പ്ലസ് 19 എന്ന് പറയുന്നത് 3607 ആണ് കിട്ടുക. അപ്പം ഈ ഒരു 3607ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, റോങ് ആയിട്ട് കിട്ടിയ ആൻസർ നമ്മൾ സബ്ട്രാക്ട് റോങ് നമ്പർ ഫ്രം ദ 3607. അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടലായിട്ട് നമ്മൾക്ക് കിട്ടേണ്ട സാധനം. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 3 എണ്ണത്തിന് നമ്മൾ ഇത് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യും, ന്യൂ മീൻ എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾക്ക് ടോട്ടൽ വാല്യൂ 3320 കിട്ടും. അതിന് ഡിവൈഡഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ, 100 ഐറ്റംസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് പുതിയതായിട്ടുള്ള ഒരു റിസൾട്ടാണ് ഇവിടെ കിട്ടുന്നത്, 33.2. ഓക്കെ, ഇനി ആൻ ഇൻക്രീസ് ഇൻ ഓട്ടോമാറ്റിക് സ്പെൻഡിങ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ IS കർവ് എപ്പോഴും എങ്ങോട്ടാണ് പോവുക, അപ്വേർഡ് ടു ദ റൈറ്റിലോട്ടാണ് IS കർവ് ഷിഫ്റ്റ് ചെയ്യുക. IS കർവ് എന്ന് പറയുന്നത് ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണ്. അത് ഓട്ടോണോമസ് സ്പെൻഡിങ് അഥവാ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ദർ വിൽ ബി എ റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ഇൻ ദി IS കർവ്. ഓക്കെ, ഇനി മോണിറ്ററി പോളിസി ഈസ് ഇൻഎഫക്റ്റീവ് ആൻഡ് ഫിസിക്കൽ പോളിസി ഈസ് ഹൈലി എഫക്റ്റീവ് ഇൻ ഡാഷ് റേഞ്ച് ഓഫ് ദ LM കർവ്. മോണിറ്ററി പോളിസി എപ്പോഴും ഇൻഎഫക്റ്റീവ് ആകുന്നത്, അതുപോലെ ഫിസിക്കൽ പോളിസി ഹൈലി എഫക്റ്റീവ് ആകുന്നത് എപ്പോഴും ക്ലാസിക്കൽ റേഞ്ചിലാണ്, അതുപോലെ കെയ്നീഷ്യൻ റേഞ്ചിലാണ്. ക്ലാസിക്കൽ റേഞ്ചിൽ എപ്പോഴും മോണിറ്ററി പോളിസിയാണ് വരുന്നത്. ഫിസിക്കൽ പോളിസി അവിടെ എപ്പോഴും എന്തായിരിക്കും, ഇൻഎഫക്റ്റീവ് ആയിരിക്കും. ഇന്റർമീഡിയറ്റ് റേഞ്ചിൽ എന്ന് പറയുന്നത് അവിടെ എപ്പോഴും ഈ രണ്ട് പോളിസീസും, ക്ലാസിക്കൽ ആയിക്കോട്ടെ, മോണിറ്ററി പോളിസി ആയിക്കോട്ടെ അഥവാ ഫിസിക്കൽ പോളിസി ആയിക്കോട്ടെ, അത് രണ്ടും അവിടെ എന്താണ്, ഇഫക്റ്റീവാണ്. ഓക്കെ, അപ്പോൾ കെയ്നീഷ്യൻ റേഞ്ചിൽ എപ്പോഴും ഫിസിക്കൽ പോളിസിയും ക്ലാസിക്കൽ റേഞ്ചിൽ എപ്പോഴും അതെന്താണ്, മോണിറ്ററി പോളിസിയും ആണ് ഇഫക്റ്റീവ് ആയിട്ടുള്ളത്. ഇനി ഐഡന്റിഫൈ ദ നെസസറി കണ്ടീഷൻസ് ഫോർ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ എക്സിസ്റ്റൻസ് ഓഫ് മൊണോപ്പൊളി, ഡിഫറെൻറ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, സെപ്പറേഷൻ ഓഫ് മാർക്കറ്റ്, നോ കോണ്ടാക്ട് ബിറ്റ്വീൻ ബയേഴ്സ്, ഡിഫറെൻറ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പ്രൈസ് ഡിസ്ക്രിമിനേഷനുള്ള നെസസറി ആയിട്ടുള്ള ആവശ്യമായിട്ടുള്ള കണ്ടീഷൻസ് ആണ് എടുക്കേണ്ടത്. അപ്പം ആൻസർ എന്ന് പറയുന്നത് ആദ്യത്തെ 4 എണ്ണമാണ്. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഡിഫറെൻ്റ് ആയാലും ഇല്ലെങ്കിലും അത് പ്രൈസ് ഡിസ്ക്രിമിനേഷന് നമ്മൾ എടുക്കുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ പറയേണ്ട പ്രൈസ് ഡിസ്ക്രിമിനേഷന് നെസസറി കണ്ടീഷൻ എന്ന് പറയുന്നത് മൊണോപ്പൊളി ആയിരിക്കണം, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നെസസറി ഡിഫറെൻ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ അവിടെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നടത്താനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പം 3 തരത്തിലാണ് നമ്മൾക്ക് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ വരുന്നത്. അപ്പോൾ അത് പ്രാവർത്തികമാക്കണമെങ്കിൽ മാർക്കറ്റുകൾ തമ്മിൽ എന്ത് വേണം, സെപ്പറേഷൻ വേണം. അതുപോലെ ബയേഴ്സ് ഒരിക്കലും എന്ത് പാടില്ല, കോണ്ടാക്ട് ഉണ്ടാവാനായിട്ട് പാടില്ല. ഇനി ISLM മോഡലിൽ IS കർവ് എപ്പോഴാണ് സ്റ്റീപ്പർ ആവുന്നത്, ഇൻവെസ്റ്റ്മെന്റ് ബിക്കം ലെസ് സെൻസിറ്റീവ് ടു ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ചസ്. ഇൻട്രസ്റ്റ് റേറ്റും ഇൻവെസ്റ്റ്മെന്റും തമ്മിൽ വലിയ ഒരു റെസ്പോൺസ് ഇല്ലെങ്കിൽ, വലിയൊരു റിലേഷൻ ഇല്ലെങ്കിൽ IS കർവ് എപ്പോഴും സ്റ്റീപ്പർ ആയിരിക്കും. അഥവാ ഇനി ഇൻവെസ്റ്റ്മെന്റും ഇൻട്രസ്റ്റ് റേറ്റും തമ്മിൽ ഭയങ്കരമായിട്ട് ചെറിയൊരു ഇൻട്രസ്റ്റ് റേറ്റിലെ മാറ്റം ഇൻവെസ്റ്റ്മെന്റിൽ വലിയൊരു ചേഞ്ച് വരുത്തുന്നുണ്ടെങ്കിൽ എപ്പോഴും IS കർവ് ഒരു ഫ്ലാറ്റർ കർവ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി LM കർവിന്റെ ഷിഫ്റ്റിനുള്ള പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് മണി ഡിമാൻഡും മണി സപ്ലൈയും ആണ്. LM കർവിന്റെ റൈറ്റ്വേർഡ് ഷിഫ്റ്റിനുള്ള പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് മണി സപ്ലൈയുടെ വർധനവ്, പിന്നെ അതുപോലെ തന്നെ മണി ഡിമാൻഡിന്റെ കുറവാണ്.
എൽ എം കർവ് എൽ എം കർവിൻ്റെ റൈറ്റ് വേർഡ് ഷിഫ്റ്റ്. എൽ എം കർവിൻ്റെ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റിനുള്ള കാരണം എന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർ മണിയുടെ ഇൻക്രീസും സപ്ലൈ ഓഫ് മണിയുടെ കുറവുമാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കേണ്ടതാണ്. ഓക്കെ, ഇതുപോലെ തന്നെ IS കർവിൻ്റെയും കൂടെ നോക്കണം. അത് ടോസ് അക്കാദമിയുടെ മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ക്ലിയർ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അത് അനുബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും വീഡിയോകളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പ്രീവിയസ് വീഡിയോസ് എല്ലാം കാണാനായിട്ട് ശ്രമിക്കാം. ഇനി അക്കോർഡിംഗ് ടു റിക്കാർഡോ, ട്രേഡ് ഈസ് പോസിബിൾ ബിറ്റ്വീൻ ടു കൺട്രീസ് വെൻ. എപ്പോഴും റിക്കാർഡോനെ സംബന്ധിച്ചിടത്തോളം ട്രേഡ് രണ്ട് കൺട്രീസിന് പോസിബിൾ ആവുന്നത് എപ്പോഴാണ്? വൺ കൺട്രി ഹാസ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് ബോത്ത് കമ്മോഡിറ്റീസ് ബട്ട് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് വൺ കമ്മോഡിറ്റി ദാൻ ദ അനദർ കൺട്രി. അപ്പം ഇവിടെ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജും കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജും നമ്മളുടെ റിക്കാർഡോ തിയറി പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പം അത് തന്നെയാണ് ഇവിടുത്തെ ആൻസറും. ഒരു കൺട്രിക്ക് രണ്ട് കമ്മോഡിറ്റിയിലും എന്ത് വേണം? അബ്സല്യൂട്ട് അഡ്വാൻറ്റേജും വേണം. അതുപോലെ ഒരു കമ്മോഡിറ്റിനെ സംബന്ധിച്ച് മറ്റ് കൺട്രീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് വരുള്ളൂ? അവിടെ ട്രേഡ് പോസിബിൾ ആയിട്ട് വരുന്നുള്ളൂ. ഇനി അണ്ടർ കോൺസ്റ്റന്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. അതല്ലെങ്കിൽ എന്തായിരിക്കും? ഒരു കോൺകേവ് ഷേപ്പാണ് എടുക്കാറ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഒരിക്കലും കോൺസ്റ്റന്റ് അല്ലെങ്കിൽ എപ്പോഴും എന്താണ് വരുന്നത്? ഒരു ബൗ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ് വരുന്നത്. Which of the following is cause of international trade as per Heckscher-Ohlin theory? Heckscher-Ohlin theory പ്രകാരം ഇന്റർനാഷണൽ ട്രേഡിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഫാക്ടർ അവൈലബിലിറ്റിന്റെ ഡിഫറൻസ് ആണ്. അത് ഹെക്സർ-ഓഹ്ലിൻ തിയറത്തിലും ഫാക്ടർ അവൈലബിലിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ ഡിഫറൻസ് ആണ് എന്തിന് കാരണമാവുന്നത്? ഇന്റർനാഷണൽ ട്രേഡിന് കാരണമാവുന്നത്. ഇനി നെഗറ്റീവ് ഇൻകം എഫക്റ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഇൻ ദ കേസ് ഓഫ് ഗിഫൺ ഗുഡ്. ഗിഫൺ ഗുഡിന്റെ കേസിൽ എപ്പോഴും ഇൻകം ഇഫക്റ്റ് നെഗറ്റീവ് ആണ്, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് പോസിറ്റീവ് ആണ്. പക്ഷെ നെഗറ്റീവ് ഇൻകം ഇഫക്റ്റ് ആണ് ഹയർ ദാൻ ദ പോസിറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. ഇൻഫീരിയർ ഗുഡിന്റെ കേസിലാണെങ്കിലോ പോസിറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഔട്ട്വേസ് നെഗറ്റീവ് ഇഫക്റ്റ്. അതുകൊണ്ട് തന്നെ എന്ത് വരുന്നു? അവിടെ ഒരു പ്രൈസ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ രണ്ടിൻ്റെ കേസിലും, അതായത് ഗിഫൺ ഗുഡ്സിന്റെ കേസിലും ഇൻഫീരിയർ ഗുഡിന്റെ കേസിലും പ്രൈസ് ഇഫക്റ്റ് ഡിഫറൻ്റ് ആയിട്ട് വരുന്നത്. അതിന് കാരണക്കാരൻ എന്ന് പറയുന്നത് ഈ ഇൻകം ഇഫക്റ്റിന്റെയും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിന്റെയും ഇമ്പാക്റ്റ് ആണ്. ഓക്കെ, if the Cobb-Douglas production function Q is equal to AL raised to alpha K raised to beta, അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് ആൽഫ ഈക്വൽ 2 ആൻഡ് ബീറ്റ ഈക്വൽ 1 ആണെങ്കിൽ അത് എന്ത് തരത്തിലുള്ള ഇൻറ്റൻസീവ് പ്രൊഡക്ഷൻ ആണെന്നാണ് ചോദ്യം. അപ്പം ഇവിടെ നമ്മൾക്ക് ആൽഫ 2ഉം ബീറ്റ 1ഉം ആയതുകൊണ്ട് തന്നെ എന്ത് വരുന്നു? നമ്മളുടെ ആൽഫ ഈസ് ഈക്വൽ ടു ആൽഫ ബൈ ബീറ്റ നമ്മൾ ചെയ്ത് നോക്കുക. അപ്പോൾ അത് എത്ര കിട്ടുന്നത്? 2/1 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 2. സോ അങ്ങനെ വരുമ്പോൾ എന്ത് വരുന്നു? ഇറ്റ് ഈസ് ആക്ച്വലി എ ലേബർ ഇൻറ്റൻസീവ്. ഇനി ഇത് നേരെ തിരിച്ചാണ് വരുന്നതെങ്കിലോ? അങ്ങനെ വരുവാണെങ്കിൽ അത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണ്. ഓക്കെ, സോ ആൽഫ ബൈ ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആണ് വരുന്നതെങ്കിൽ അത് ലേബർ ഇൻറ്റൻസീവും, ലെസ് ദാൻ 1 ആണെങ്കിൽ അത് ക്യാപിറ്റൽ ഇൻറ്റൻസീവും, ഈക്വൽ ടു 1 ആണെങ്കിൽ അത് എന്താ വരുന്നത്? രണ്ടും ഈക്വൽ ആണ്. കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോർഷനിലാണ് ഇത് രണ്ടും യൂസ് ചെയ്യുന്നത്. ഇനി കെയ്ൻസിന്റെ കൺസംഷൻ ഫംഗ്ഷൻ പ്രകാരം സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ ആണ്. ചെസ്നറ്റിന്റെ കൺസംഷൻ ഫംഗ്ഷൻ പ്രകാരം സി ഈസ് ഈക്വൽ ടു ജസ്റ്റ് ബി വൈ ആണ്. അവിടെ ഒരു കോൺസ്റ്റന്റ് വരുന്നില്ല. ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറയുന്നത് ഇൻകം കൂടുന്നതിനനുസരിച്ചിട്ട് കെയ്നീഷ്യൻ തിയറിയിൽ കുറയും. പക്ഷെ ചെസ്നറ്റിന്റെ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. ദെൻ വാല്യൂ ഓഫ് മാർജിൻ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം വിച്ച് ഈസ് ലെസ് ദാൻ 1 ഇൻ ദ കേസ് ഓഫ് കെയ്ൻസ്. ചെസ്നറ്റിന്റെ കേസിൽ മാർജിനൽ പ്രൊപ്പൻസിറ്റി ഓഫ് കൺസ്യൂം ഇസ് മച്ച് ഹയർ ദാൻ കെയ്ൻസ്. ഓക്കെ, അപ്പം എപ്പോഴും മാർജിൻ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമിന്റെ വാല്യൂ എപ്പോഴും ചെസ്നറ്റിനേൽ കൂടുതലായിരിക്കും. കെയ്ൻസിന്റെ ഒരു ഷോർട്ട് റൺ ആണ്, ചെസ്നറ്റിന്റെ എപ്പോഴും അത് എന്താണ്? ഒരു ലോങ് റൺ കൺസംഷൻ ഫംഗ്ഷൻ ആണ്. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരാണ്, ഒരു ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ചെസ്നറ്റ് ഫംഗ്ഷൻ. നമ്മൾ പറഞ്ഞു കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സി ഈസ് ഈക്വൽ ടു ബി വൈ ആണ്. ഓക്കെ, അപ്പം ആൻസർ എ ആണ് കറക്റ്റ്. ബാക്കി എല്ലാം നമ്മൾക്ക് എന്ത് വരുന്നതാണ്? കറക്റ്റ് അസംഷൻസ് ആണ് വരുന്നത് റിലേറ്റഡ് ടു ചെസ്നറ്റ് കൺസംഷൻ ഫംഗ്ഷൻ. ഇനി 4 തിയറി
എപ്പോഴും ചോദിക്കുന്നതാണ്. ഇത് എല്ലാ യൂണിറ്റിൽ നിന്നും വരുന്നതാണ്. തിയറിയും അതിൻ്റെ പ്രൊപ്പോണൻസും. അപ്പോൾ അത് എപ്പോഴും നോക്കി വെക്കണം. ഇവിടെ നമ്മൾക്ക് ഫ്രീഡ്മാൻ എന്ന് പറയുന്നത് പെർമനന്റ് ഇൻകം ഹൈപ്പോത്തിസിസ്, കെയ്ൻസ് അബ്സല്യൂട്ട് ഇൻകം, ഡ്യൂസംബറി റിലേറ്റീവ് ഇൻകം, മൊഡിഗ്ലാനി എന്താണ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ് ആണ്. സോ ഇവിടെ ക്വസ്റ്റ്യൻസ് ഏത് രീതിയിൽ വേണമെങ്കിലും ഏത് തിയറീസ് വെച്ചിട്ട് വേണമെങ്കിലും നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ദെൻ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് മോണിറ്ററി പോളിസി ബിക്കം ഇൻഎഫക്റ്റീവ് because people prefer to hold cash rather than spend or buy liquid assets despite zero or very low interest rate. Okay, അപ്പോൾ എന്താ ചെയ്യുന്നത്? പീപ്പിൾ എപ്പോഴും എന്ത് ചെയ്യുന്നു? ക്യാഷ് ആയിട്ട് തന്നെ കയ്യിൽ വെക്കാനാണ് അവരെപ്പോഴും എന്ത് ചെയ്യുന്നത് ശ്രമിക്കുന്നത്. ബിക്കോസ് ദേ ഡോണ്ട് വോണ്ട് ടു സ്പെൻഡ് ഓൺ എനിത്തിങ് എൽസ്. കാരണം എന്തുകൊണ്ടാണ്? അവർ എക്സ്പെക്ട് ചെയ്യാണ് ഇൻ ദ നിയർ ഫ്യൂച്ചർ ദ ഇൻട്രസ്റ്റ് റേറ്റ് മേ ഗോ അപ്പ്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മളെപ്പോഴും ആൾക്കാർ പൈസയായിട്ട് തന്നെ സൂക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എപ്പോഴും ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. സോ ദ ഡിമാൻഡ് ഫോർ മണി വിൽ ബി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് അണ്ടർ liquidity trap situation. Even if central bank increases the money supply, it will not affect reducing the interest rate. Money supply കൂട്ടിയാലും എന്ത് സംഭവിക്കുന്നില്ല? ഇൻട്രസ്റ്റ് റേറ്റ് അവിടെ കുറയുന്നില്ല. So when interest rates up 0.5% and there is a further increase in the money supply, the demand for holding money in cash rather than investing in bonds is perfectly elastic. അപ്പം ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പം താഴെയാണ് നിൽക്കുന്നതെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്യും? കൂടുതലായിട്ട് കയ്യിൽ, അതായത് നമ്മൾ ആ ഒരു ലിക്വിഡിറ്റി ട്രാപ്പിൽ പെട്ട് കിടക്കുകയാണ്. എത്ര മണി സപ്ലൈ കൂട്ടിയാലും ആൾക്കാർ എന്ത് ചെയ്യില്ല? ഇൻവെസ്റ്റ് ചെയ്യില്ല. ദേ ടെൻഡ് ടു പ്രിഫർ മണി ആസ് cash. So this means that the effort to increase money supply in the liquidity trap failed to stimulate economic activity because people just save more cash reserves. ആൾക്കാർ കയ്യിൽ കാശായിട്ട് വെക്കാൻ തന്നെയാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്? ശ്രമിക്കുന്നത്. ഓക്കെ. സോ ഈ ഒരു ഇതിൽ നമ്മളുടെ ഏതൊക്കെ ഇതാണ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. അതിൽ ഒരെണ്ണം വന്നിട്ട് ഡിമാൻഡ് ഫോർ മണി വിൽ ബി ലോ. അത് തെറ്റാണ്. കാരണം എന്താണ്? നമ്മൾക്ക് ഡിമാൻഡ് ഫോർ മണി എപ്പോഴും എന്തായിരിക്കും? കൂടുതലായിരിക്കും. ദെൻ ഡിമാൻഡ് ഫോർ മണി വിൽ ബി എക്സ്ട്രീംലി ഹൈ. അത് കറക്റ്റാണ്. പിന്നെ ഡിമാൻഡ് ഫോർ മണി ബോണ്ട് വിൽ ബി ഹൈ. അതും തെറ്റാണ്. ബോണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, ക്യാഷ് ആയിട്ടാണ് വെക്കുന്നത്. പിന്നെ ഫിസ്ക്കൽ പോളിസി വിൽ ബി എഫക്റ്റീവ്. അത് ശരിയാണ്. കാരണം മോണിറ്ററി പോളിസിയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഇൻഎഫക്റ്റീവ് ആയിട്ട് വരുന്നത്. അപ്പം ഗവൺമെന്റ് വേണം എന്ത് ചെയ്യാനായിട്ട്? ഫിസിക്കൽ പോളിസീസിലുള്ള എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്. അതിൽ കൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇക്കോണമിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സോ അവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 2 and 4 ആണ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരിക്കലും ഈ ഒരു ഇതിൽ ലിമിറ്റ് ആകുന്നില്ല. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് ഈ ഒരു ഏരിയയിൽ നിന്നും, അതായത് ഇക്കണോമിക്സിൻ്റെ ഓരോ യൂണിറ്റിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാ ഏരിയാസും നല്ല രീതിയിൽ തന്നെ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.